നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ചിന്തിച്ചു വന്നത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ക്രിസ്തീയ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില ഘടകങ്ങൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പിതാവിനാൽ ജനിക്കപ്പെട്ട മക്കൾ എന്നുള്ള നിലയിൽ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ഒരേ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്നുള്ള നിലയിൽ ഈ കൂട്ടായ്മ ബന്ധം നിൽക്കുന്നു. ഒരേ ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ ഇതിന് പ്രാധാന്യമുണ്ട്. ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്നുള്ള തരത്തിൽ ഇതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. മാത്രവുമല്ല, ഒരേ അവകാശത്തിൻ കീഴിൽ ഉള്ളവരാണ്. ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്, ഈ കൂട്ടായ്മയുടെ വിവിധ തലങ്ങൾ, 2 തലങ്ങളാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. രണ്ടാമത്, പരസ്പരമുള്ള കൂട്ടായ്മ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് പിതാവാം ദൈവത്തോടുള്ള കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടാണെന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചതാണ്. അപ്പോൾ പിതാവിനോടുള്ള കൂട്ടായ്മ, അത് പുത്രനിലൂടെയാണ് ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് അത് പുത്രനിലൂടെ ഉണ്ടാകുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത് നമ്മൾ കണ്ടത് പുത്രനാം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. പുത്രനാം ദൈവത്തോടുള്ള കൂട്ടായ്മ അതും ഏറ്റവും പ്രധാനമാണ്. അതാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേരിട്ട് കൂട്ടായ്മ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമ്മാനുവേൽ ആണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ സഭയുമായും കുടുംബങ്ങളായി വ്യക്തികളുമായി ദിനംതോറും എപ്പോഴും കൂട്ടായ്മ ബന്ധത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പുത്രനാം ദൈവത്തോട് നമുക്കൊരു ഉത്തമമായ ബന്ധം ഈ ഭൂമിയിൽ വെച്ച് തന്നെ എപ്പോഴും ഉണ്ടാകണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. മൂന്നാമത്, പരിശുദ്ധാത്മാവാം ദൈവത്തോടുള്ള കൂട്ടായ്മ. അതും നമുക്ക് ആവശ്യമാണ്. ഓരോ വിശ്വാസിയും ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയമായിട്ടാകണം. അതാണ് പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ അല്പമായിട്ട് അത് ചിന്തിച്ചു. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ആർദ്രത, മനസ്സലിവ്, ഏകമനസ്സ്, ഏകഭാവം, ഐകമത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചതാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കാര്യസ്ഥനാണ്. കംഫർട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ. കാര്യസ്ഥനാണ്. ആ നിലയിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ആവശ്യമാണ്. സത്യത്തിന്റെ ആത്മാവാണ്. നമ്മെ സത്യത്തിൽ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഈ ദൈവത്വം എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ്മയാണ്. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന ഒന്നാണ് അത് എന്ന് നമ്മൾ കണ്ടു. അതിന് പല വാക്യങ്ങളുണ്ട്. നമ്മൾ സ്നാനം കൊടുക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം കൊടുക്കുന്നത്. എല്ലാ തലങ്ങളിലും ദൈവത്തിൻ്റെ ദൈവികമായ പ്രവർത്തനങ്ങളിലൊക്കെ ഈ കൂട്ടായ്മ ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതിയിലുണ്ട് ഈ കൂട്ടായ്മ ബന്ധം, അല്ലേ? ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, അതൊരു കൂട്ടായ്മയിലാണ്. സൂര്യനിൽ നിന്നും ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നു. ആ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് അത് പ്രതിഫലിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ നമുക്ക് പ്രകൃതിയിലും കാണുവാനായിട്ട് കഴിയും. പ്രകൃതിയിലും പല തലങ്ങളിലും നമ്മൾ നോക്കിയാൽ കൂട്ടായ്മ ബന്ധം കാണുവാനായിട്ട് കഴിയും. ഇന്ന് അതിൻ്റെ പ്രായോഗിക തലം എന്നുള്ള തരത്തിലാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.
ഫെലോഷിപ്പ് ഇൻ ഈച്ച് അതർ, അല്ലെങ്കിൽ ഫെലോഷിപ്പ് വൺ ടു അനദർ, പരസ്പരമുള്ള കൂട്ടായ്മ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് തന്നെ അതിൻ്റെ ഒരു പ്രയോഗം നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. ഇനി 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തമ്മിൽ ഒരു പ്രത്യേകമായ കൂട്ടായ്മ ബന്ധം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം. അത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അവർ പൗലോസ് യോഹന്നാൻ ആദ്യം പറയും, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങളോടും ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകണം. അപ്പോൾ ദൈവത്തോട് മാത്രം പോരാ നമ്മുടെ കൂട്ടായ്മ ബന്ധം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല. കൂട്ടായ്മ ബന്ധം മാനുഷികമായ തലങ്ങളിലും ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? പരസ്പര കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്, അതാവശ്യമാണ് എല്ലാവർക്കും. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവജനം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. പരസ്പരമായ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാകണം. ഈ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് കേവലം ഭൗതിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കൂട്ടായ്മയല്ല. ഭൗതിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടായ്മയല്ല. പിതാവിനോടും പുത്രനോടും ഉള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് പരസ്പര കൂട്ടായ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു ബന്ധമാണ് ആത്മീകമായ പരസ്പര കൂട്ടായ്മ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തമ്മിൽ ഈ കൂട്ടായ്മ ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം അന്യോന്യം ഉണ്ടാകണം. എല്ലാവരും തമ്മിൽ ഈ ബന്ധം ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ അതിന്റെ പ്രായോഗിക വശത്തിലേക്ക് പോകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തോട് ക്രിസ്തു മുഖേന ഉണ്ടായ ആ ബന്ധം എപ്രകാരമാണോ അപ്രകാരം വിശ്വാസികൾ തമ്മിലും ശക്തമായ ബന്ധമുണ്ടാകണം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ദൈവത്തോട് ക്രിസ്തു മുഖേനയാണ് ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായത്, ഇല്ലേ? അതുപോലെ ക്രിസ്തു മുഖാന്തരം വിശ്വാസികൾ തമ്മിലും ശക്തമായ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം. ഇപ്പൊ 2 തലങ്ങളിൽ നമ്മളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇത് വിമർശനാത്മകമായിട്ട് നിങ്ങളാരും ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഞാൻ ഈ കൂട്ടായ്മ ബന്ധത്തിൽ ആണോ എന്നുള്ള ആത്മീകമായ ചിന്തന, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അത് എന്നിൽ ആവശ്യമാണെങ്കിൽ അത് എന്നിലുണ്ടാകണം, കേൾക്കുന്നവരിൽ ആവശ്യമാണെങ്കിൽ കേൾക്കുന്നവരിലും ഉണ്ടാകണം. അല്ലാതെ വിമർശന വിധേയമായി ഇതിനെ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്കിതിൽ പറയുവാനും നമ്മുടെ പ്രയോജനമല്ലാത്ത തരത്തിലേക്ക് പോകുവാനും ഒക്കെ ഇടയാകും. അപ്പോൾ ഞാൻ ഈ പ്രാക്ടിക്കൽ സൈഡിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കടന്നു വരുന്നത്. പരസ്പരമുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹബന്ധം, അന്യോന്യമുള്ള കൂട്ടായ്മ, ഇത് ക്രിസ്തു മുഖാന്തരമാണ് ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് എല്ലാവരും കടന്നു വരേണ്ടത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 35 മുതൽ 38 വരെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരസ്പര കൂട്ടായ്മയും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. അത് നമ്മൾ ബേസിക് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ പരസ്പര കൂട്ടായ്മയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം എത്രത്തോളം ദൃഢതയുള്ളതാണോ അതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ ഉണ്ടായ പരസ്പര കൂട്ടായ്മ ബന്ധവും ദൃഢതയുള്ളതാണ്. അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും വേണമെന്ന് വെച്ചാലും അത് അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. ആ കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ച്
പൗലൂസ് റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ദൃഢതയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ഐക്യതയും കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലെ? ഈ കൂട്ടായ്മയുടെ തീഷ്ണത എന്തുമാത്രമാണ് എന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ വായിക്കുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ. അപ്പം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢത അത് വളരെ വലുതാണ്. ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത് ആർ? എന്നിട്ട് അവിടെ ചില പട്ടികയൊക്കെ അവിടെ പറയുന്നുണ്ട്. കഷ്ടത വേർപിരിക്കുമോ? സങ്കടം വേർപിരിക്കുമോ? ഉപദ്രവം വേർപിരിക്കുമോ? പട്ടിണി വേർപിരിക്കുമോ? നഗ്നത വേർപിരിക്കുമോ? ആപത്ത് വേർപിരിക്കുമോ? വാള് വേർപിരിക്കുമോ? സ്നേഹത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും ഇതിലൊന്നും വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. 36-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇതാണ് പറയുന്നത്. അത്രത്തോളം പീഡകളിലൂടെയൊക്കെയാണ് പൗലൂസും ആദ്യ നൂറ്റാണ്ടിലൊക്കെ അവരെ കടന്നുപോയത്. നിന്റെ നിമിത്തം, കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഇത്തരത്തിലുള്ള പീഡകളും കഷ്ടതകളും ഇന്നും അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ പൗലൂസ് പറയുകയാണ്, അങ്ങനെയുള്ള പീഡകൾക്കോ കഷ്ടതകൾക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ ആപത്തിനോ ആളിനോ ഒന്നിനും ആ ക്രിസ്തുവിന്റെ സ്നേഹബന്ധത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതാണ് ക്രിസ്തു രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ആ കൊണ്ടുവന്നിരിക്കുന്ന കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരസ്പര കൂട്ടായ്മ ബന്ധം നിലനിൽക്കുന്നത്. 37-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത് എന്താണ്? അങ്ങനെയൊക്കെ കഷ്ടങ്ങളുണ്ട്, എന്നാൽ അവിടെ പറയും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധത്തെ പിടിച്ചു നിർത്തുന്നത് ക്രിസ്തുവിന്റെ നമ്മോടുള്ള സ്നേഹവും നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹവുമാണ്. അതാണോ പറയുന്നത്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെയും യേശുക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ പല അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിലും ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും, ക്രിസ്തുവിന്റെ സ്നേഹബന്ധത്തിൽ നിന്നും നമ്മെ പിടിച്ചു മാറ്റുവാൻ, നമ്മെ വേർപെടുത്തുവാൻ അതിനൊന്നും കഴിയില്ല. അപ്പോൾ ഇപ്രകാരം പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയുന്നവർ, തുടർന്ന് പറയേണ്ട ചില കാര്യം അതേ അധ്യായം തന്നെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അല്ലേ? അങ്ങനെയുള്ളവർക്ക് പറയാനായിട്ട് കഴിയുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അത്രത്തോളമുള്ള സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം അനുഭവിക്കുന്ന സ്നേഹം അത്രത്തോളം വലുതാണ്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ സ്നേഹവും അത്രത്തോളം വലുതാണ്. അതിന് തുല്യം ചൊല്ലുവാനായിട്ട്, ആ സ്നേഹത്തിനോട് കിടപിടിക്കുന്ന ഒരു സ്നേഹം ഈ ലോകത്തിലോ മറ്റു വാഴ്ചകളിലോ അധികാരങ്ങളിലോ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയാത്തതുപോലെ, എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ട് വേണം അടുത്ത് നമ്മൾ ആ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. കഴിയാത്തതുപോലെ വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധവും
ധനപരമായ വ്യത്യാസമോ മറ്റു ലൗകിക ബന്ധങ്ങളോ ഒന്നും അതിന് തടസ്സമായിട്ട് വരുവാനായിട്ട് പാടില്ല. അപ്പോൾ ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്ന അത് നമ്മളെപ്പോഴും ആലോചിക്കണം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർക്കും പിടിച്ചു പറ്റുവാൻ കഴിയില്ല. ആ സ്നേഹത്താലാണ് നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ബന്ധം, ക്രിസ്തുവിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന പരസ്പര ബന്ധം ആർക്കും മാറ്റുവാനായിട്ട് കഴിയാൻ പാടില്ല. ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു വരുവാനായിട്ട് കഴിയും? അതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോഴാണ് കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്നത്. എന്നാൽ അതിന്റെ മറ്റു ചില പ്രാക്ടിക്കൽ വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കൂട്ടായ്മ ബന്ധം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ബന്ധം കൈവരിക്കുവാനായിട്ട് കഴിയുന്നത് നാം വെളിച്ചത്തിൽ നടക്കുന്നതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിത വിശുദ്ധിയും, വെളിച്ചമെന്ന് പറയുന്ന ഇരുട്ടല്ല, എല്ലാം വെളിപ്പെടുത്തുന്ന, എല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വെളിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തുറന്ന ജീവിതം, മറ്റുള്ളവരിൽ നിന്നും ഒന്നും മറയ്ക്കുവാനില്ലാത്ത ഒരു ജീവിതം, അതാണ് ഈ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധിയിൽ നടക്കണം. അതുപോലെ ദൈവത്തിൽ നിന്ന് ആർക്കും ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ പരസ്പരം ഒന്നും മറച്ചു വയ്ക്കുവാനില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയും. വെളിച്ചത്തിൽ നടക്കുക. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പര കൂട്ടായ്മ ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ കൈവരിക്കുവാനായിട്ട് കഴിയുന്നത്, ഈ കൂട്ടായ്മ ബന്ധം ശരിയായിട്ടില്ല എങ്കിൽ അത് കൈവരിക്കുവാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ വെളിച്ചത്തിലാണ്. അതുപോലെ നാം വെളിച്ചത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. പരസ്പരം അറിയായ്മകൾ എന്ന് പറഞ്ഞാൽ ഒന്നും മറച്ചു വയ്ക്കുവാനില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതം. ദൈവത്തിനെ നിന്ന് നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറച്ചു വയ്ക്കുവാൻ ഇല്ലാത്ത ഒരു ജീവിതം നമ്മുടെ ഉണ്ടായാൽ ഈ കൂട്ടായ്മ ബന്ധത്തിലാണെന്ന് പറയാനായിട്ട് കഴിയും. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:24 അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കണം. പരസ്പര കൂട്ടായ്മ ബന്ധത്തിന്റെ മറ്റൊരു ഘടകമാണിത്. Let no man seek his own, but every man others' wealth. മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ്, Look not every man on his own things, but every man also on the things of others. അതിന്റെ ശരിയായ തർജ്ജിമ ഇപ്രകാരമാണ്: ഓരോരുത്തനും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ പരിഗണിക്കണം. അപ്പോൾ ഇത് വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ തന്നെ പരസ്പര കൂട്ടായ്മ ബന്ധത്തിന്റെ മറ്റൊരു ഘടകമാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. ഇവിടെ സീക്ക്, ലുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ മൂലപദത്തിൽ നിന്നും നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നത് മനഃപൂർവ്വം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ താല്പര്യത്തിൽ കൂടെ മനഃപൂർവ്വം ശ്രദ്ധ പതിപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം അതും കൂടെ ആകണം. ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി മറ്റൊരു വ്യക്തിക്ക്, അത് ഇവിടെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് അവിടുത്തെ വിഷയം. അതായത് വിഗ്രഹാർപ്പിതം കഴിക്കാമോ, ഇന്ന ഭക്ഷണം കഴിക്കാമോ, ഇന്ന ഭക്ഷണം കഴിച്ചുകൂടെ എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അവിടെ പറഞ്ഞു വരുമ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ ആർക്കും അശുദ്ധി എന്ന് പറയാനായിട്ട് കഴിയില്ല, എല്ലാം നമുക്ക് കഴിക്കാം. പക്ഷെ ഒരാൾ വന്ന് നിന്നോട് പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിതമാണ്, ഇത് കഴിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സാക്ഷി നിമിത്തം നിങ്ങളത് കഴിക്കരുത്. അവന്റെ മനസ്സാക്ഷി നിമിത്തം നിങ്ങളത് കഴിക്കരുത്. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തൻ സ്വന്തം താല്പര്യം മാത്രം നോക്കി നീ പോടാ,
ഇത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിനെ അവന്റെ അഭിപ്രായത്തെ തള്ളിക്കളയണമെന്നല്ല ദൈവവചനം പറയുന്നത്. അവന്റെ നിലനിൽപ്പിനും അവന്റെ താല്പര്യത്തെയും നമ്മൾ മാനിച്ചുകൊണ്ട് ഇടപെടണം. അതുകൊണ്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കുവാനായിട്ട് അത് കഴിക്കാതെ മാറ്റിവെച്ചതുകൊണ്ട് യാതൊരു നഷ്ടമുണ്ടില്ല. സഹോദരനെ നമ്മൾ കൂടുതൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മനഃപൂർവമായിട്ട് അവന്റെ താല്പര്യം പരിഗണിക്കണം. ഇവിടെ ഭക്ഷണകാര്യമാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് പ്രധാനമായിട്ടും നിലനിർത്തണം. അപ്പം ചുരുക്കി പറഞ്ഞാല് നമുക്ക് കൂട്ടായ്മ ബന്ധം ശരിയായ തലത്തിൽ നിലനിർത്തണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത ഇല്ലാതാകണം. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇല്ലേ? സ്വാർത്ഥത ഇല്ലാതാകണം. എന്നതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലരും പല ഇടപെടലുകളാണ്. അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രായോഗിക തലത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, നീ നിന്റെ കാര്യം നോക്കിക്കോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിക്കോ, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇതെന്താണ് ശരിക്കും? സ്വാർത്ഥതയാണ്. ഇത് കൂട്ടായ്മയുടെ ലക്ഷണം അല്ല. ഇത് സാഹോദര്യമല്ല. മറ്റുള്ളവരുടെ കഷ്ടതകളിൽ പങ്കാളിയാകുവാൻ മനസ്സില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ അതാണ് സ്വാർത്ഥത. ഇപ്പം അവരെങ്ങനെയോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ആകൂ, അത് സ്വാർത്ഥതയാ. കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായും സമൂഹ ജീവിതത്തിലായും സഭാ ജീവിതത്തിലായാലും അത്തരത്തിലുള്ള ഒരു മനോഭാവമാണെങ്കിൽ അത് സ്വാർത്ഥതയാണ്. അത് കൂട്ടായ്മയുടെ ലക്ഷണമല്ല. എന്റെ കാര്യം മാത്രം നോക്കി എന്റെ താല്പര്യം മാത്രം സംരക്ഷിച്ച് ജീവിക്കുന്നതല്ല കൂട്ടായ്മ. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. കൂട്ടായ്മ ബന്ധത്തില് അടിമത്വം ഇല്ല എന്ന് പറഞ്ഞ ദാസ്യത്വം ഇല്ല. കൂട്ടായ്മ ബന്ധത്തില് അടിമത്വമോ ദാസ്യത്വമോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. നീ നിന്റെ കാര്യം നോക്കണം, അതോടൊപ്പം എന്റെ കാര്യവും കൂടെ നീ നോക്കിക്കൊള്ളണം. നീ നിന്റെ കാര്യവും നോക്കണം, എന്റെ കാര്യവും നോക്കണം എന്ന് പറഞ്ഞാൽ, എന്റെ കാര്യം നേടുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരുത്തനെ കീഴ്പ്പെടുത്തുന്ന, എന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനോഭാവം, അത് സ്വാർത്ഥതയ്ക്ക് ചേർന്നതല്ല. ഞാൻ വിചാരിച്ച കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ എന്റെ താല്പര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് ദാസ്യത്വമാണ്. അത് കൂട്ടായ്മയല്ല. നീ നിന്റെ കാര്യവും നോക്കണം, എന്റെ കാര്യവും കൂടെ നോക്കണം. കീഴ്പ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം. നീ നിന്റെ കാര്യം നോക്കിക്കൊണ്ട് എനിക്ക് കീഴ്പ്പെട്ടിരിക്കണം, ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം. കുടുംബത്തിൽ ഇങ്ങനെയായാൽ ശരിയാവോ? സഭയിൽ ഇങ്ങനെയായാൽ ശരിയാവോ? അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ തന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും അതിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും സാഹോദര്യമേ അല്ല, അത് കീഴ്പ്പെടുത്തലാണ്. ഇനി എന്താണ് ശരിയായ കൂട്ടായ്മ? എന്താണ് ശരിയായ കൂട്ടായ്മ? നീ എന്റെ കാര്യം നോക്കുക, ഞാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം. നീ എന്റെ കാര്യം നോക്കണം, പക്ഷെ ഞാൻ നിന്റെ കാര്യവും നോക്കും. ഇതാണ് പരസ്പരമായ സഹായത്തിന്റെ, പരസ്പരമായ കൂട്ടായ്മയുടെ മനോഭാവം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുവനെ മറ്റൊരുവനേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. നീ എന്റെ കാര്യം നോക്കണം, പക്ഷെ ഞാൻ നിന്റെ കാര്യം നോക്കും. അതാണ് ഒരു കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്നാമത്, വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിച്ചാലേ കൂട്ടായ്മ ബന്ധത്തിൽ തുടരുവാനും ജീവിക്കുവാനും കഴിയുകയുള്ളൂ. അത് സഭയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ ഇത് നമ്മൾ പ്രാവർത്തികമാക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അതിൻ്റെ അല്പമായിട്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഭിന്നതയില്ലാതെ
ഐക്യത്തിൽ ജീവിച്ച് മാത്രമേ കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഭിന്നത ഒരിക്കലും കൂട്ടായ്മ ബന്ധത്തിന് യോജിച്ചതല്ല. ഭിന്നത കൂട്ടായ്മ ബന്ധത്തിന് വിഘ്നമാണ്. ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം ഞാൻ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എൻ്റെ അഭിപ്രായമൊന്നും അല്ലേ. അതുകൊണ്ട് ഇത് ദൈവവചനമാണെന്നുള്ള ആ ബോധ്യത്തിൽ വേണം നമ്മൾ ഇതിനെ കാണുവാൻ. ഞാൻ പറയുന്നു എന്നുള്ളതല്ല, ദൈവമാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം, യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആരാ പറഞ്ഞത്? ആട്ടിടയന്മാരോട് ആരാ? ഏഞ്ചൽ അല്ലേ? ഒരു ദൂതൻ അടുത്ത് വന്നിരുന്ന് ആട്ടിടയന്മാരോട് പറയുക. ആ ദൂതൻ അടുത്ത സ്വർഗീയ സൈന്യത്തോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു. സ്വർഗീയ സത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അവരങ്ങ് പോയി, അവരുടെ പാട്ടിന് പോയി. അടുത്ത് ആട്ടിടയന്മാരവിടെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് കയറി ഇതുമായിട്ട് ബന്ധമുള്ള വിഷയമല്ല, എന്നാലും ഞാൻ പറയുന്നത് ഇത് ദൈവവചനമാണ് കേൾക്കുന്നതെന്നുള്ള ധാരണ നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. അവർ പോയതിനു ശേഷം ആട്ടിടയന്മാർ പറഞ്ഞെന്താ? ദൂതൻ ഞങ്ങളോട് അറിയിച്ച ആ വാർത്ത എന്നല്ല, സംഭവം ചെന്ന് കാണണം എന്നാണോ? അല്ല, കർത്താവ് ഞങ്ങളോട് അറിയിച്ച സംഭവം നമുക്ക് ചെന്ന് കാണണം. യഥാർത്ഥത്തിൽ അറിയിച്ച ആരാ? ദൂതന. പക്ഷെ അവരതെന്തായിട്ടെടുത്തു? ദൂതൻ അറിയിച്ചതായിട്ടല്ല എടുത്തത്. കർത്താവ് ഞങ്ങളോട് അറിയിച്ച സംഭവം, ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവവചനമാണ് ഞങ്ങളോട് പറഞ്ഞത്. അതങ്ങനെ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. ഈ രാത്രിയിൽ തന്നെ പോകണം. അങ്ങനെയാണ് ആ രാത്രി തന്നെ ആട്ടിടയന്മാരുടെ കൂട്ടം അവിടെ പോയത്. അതുപോലെയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും എൻ്റെ വാക്കുകളായിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട. ദൈവവചനമാണെന്നുള്ള ബോധത്തിൽ ഇരുന്നാൽ മാത്രമേ ഇത് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഹൃദയത്തിൽ പ്രവർത്തിക്കില്ല. വേണ്ടാത്ത ചിന്തകളെ നമ്മൾ ഭരിക്കും. അത് ഏത് ദൈവവചനമായാലും ആര് സംസാരിച്ചതായാലും. അത്തരത്തിലുള്ള ഒരു ബോധത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇരുന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ്. നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഭിന്നത എന്ന് പറയുന്നത് കൂട്ടായ്മ ബന്ധത്തിന് വിഘ്നമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക സ്നേഹം പൂണ്ടവരായിരിക്കണം, ഐകമത്യപ്പെടണം, ഏകഭാവമുള്ളവരായിരിക്കണം. അതിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ് ആത്മാവിന്റെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഈ ഭിന്നത എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒരു ലക്ഷണമേ അല്ല. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ശരിയായ പരസ്പര കൂട്ടായ്മ നിലനിർത്താൻ ഭിന്നതകളെ ഇല്ലായ്മ ചെയ്യണം. ഭിന്നത ഉണ്ടാകാം, ഭിന്നത വരുവാനുള്ള സാധ്യതകൾ കുടുംബത്തിലുണ്ട്, സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്. നമ്മുടെ പ്രശ്നം കുടുംബവും സഭ, പ്രധാനമായിട്ടും സഭയാണല്ലോ. ഭിന്നത യഥാർത്ഥ കൂട്ടായ്മയുടെ ലക്ഷണമല്ല. അതേസമയം ഭിന്നതകൾ വരുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത അതിനെ ആ പരസ്പര കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ ഉറച്ചവരാണെങ്കിൽ ഭിന്നതകൾ ഇല്ലായ്മ ചെയ്ത് ഒത്തൊരുമയോടുകൂടെ പോകാനുള്ള ഒരു മനോഭാവം നമ്മിലുണ്ടാകണം. 133-ാം സങ്കീർത്തനം ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതിന്റെ 1-ാമത്തെ വാക്യം, ബിഹോൾഡ്, നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അപ്പോൾ ഈ ഒത്തൊരുമയാണ് ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത്, ഭിന്നതയല്ല. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആ ഭിന്നാഭിപ്രായങ്ങളിൽ നിന്നും നമ്മളൊരു ഐക്യത്തിലേക്ക് എത്തിച്ചേരണം. ഭിന്നതകളെ മാറ്റിവെക്കണം. അതൊക്കെ ഇതിൽ വരും. ഈ ഒത്തൊരുമയാണ് കൂട്ടായ്മ. ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. സങ്കീർത്തനക്കാരൻ ഈ യെരുശലേമിലേക്ക് കടന്നുപോയ, യെരുശലേം ദൈവാലയത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഗോത്രങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരിങ്ങനെ കടന്നു വന്ന് തമ്പടിച്ചിരിക്കുക. അതിനെ നോക്കിക്കൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ്, എത്ര മനോഹരമാണതാ അവരിങ്ങനെ കിടക്കുന്നത്, അവരിങ്ങനെ യാത്ര ചെയ്യുന്നത്, അവർ തിരിച്ചു യാത്ര ചെയ്യുന്നത്. അത് ആണ് അവിടെ സങ്കീർത്തനക്കാരൻ വിവക്ഷിച്ചുകൊണ്ട് ഇതിവിടെ പറയുന്നത്.
അപ്പോൾ തന്നെ ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമാണ്. അതാണ് കൂട്ടായ്മ, പരസ്പര കൂട്ടായ്മ. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ കർത്താവായ യേശുക്രിസ്തുവിലെ മുഖാന്തരം ഉണ്ടായ ഏക ആത്മാവിലെ ഐക്യബന്ധം, അതാണ് കൂട്ടായ്മ, അതാണ് ഒത്തൊരുമ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ ഒത്തൊരുമ അതൊരു ശുഭമാണ്, മനോഹരമാണ്. അതിന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ മൂലഭാഷയിൽ അതിന് ശരിയായിട്ടുള്ള സംഗീത സമന്വയം പോലെ, ഹാർമണി, അതുപോലെ മനോഹരമാണെന്നാണ്. അങ്ങനെ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഒത്തൊരുമിച്ച് സ്ഥരിക്കുന്നത്, ഒത്തൊരുമിക്കുന്ന ആയിരിക്കുന്നതൊക്കെ അത്രത്തോളം മനോഹരമെന്നാണ് ആര് പറയുന്നത്? സങ്കീർത്തനക്കാരൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. മറ്റൊരു ഇതില് ധാന്യവയൽ പോലെ കൊയ്തതിന് മുമ്പും കൊയ്ത്തതിന് ശേഷവും ധാന്യവയൽ മനോഹരമായിരിക്കുന്നു. അതുപോലെ മനോഹരമാണ് ഈ ഒത്തൊരുമ. തേനിന്റെ മധുരം പോലെ, ഇതൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്ന, ഈ വാക്കിനെ കുറിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻസ് ആണ്. അതുപോലെ അതാണ് ഈ സങ്കീർത്തനൊക്കെ പറയുന്നത്. ഈ ഒത്തൊരുമ എന്ന് പറയുന്നതാണ് കൂട്ടായ്മ. അത് മനോഹാരിതയാണ്, നമുക്കും മനോഹാരിതയാണ്, പുറമേ നിന്ന് കാണുന്നവർക്കും മനോഹാരിതയാണ്. ഈ സംഭവം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാതിരിക്കാനായിട്ട് രക്ഷയില്ല. അബ്രഹാം ഊർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്റെ കൂടെ പുറപ്പെട്ട ഒരു സഹോദരനാണ് ആര്? സഹോദരനല്ലേ? സഹോദരപുത്രനാ? ആയിക്കോട്ടെ, സഹോദരനായിട്ടും വരും കേട്ടോ, മറ്റൊരു ബന്ധത്തിലെടുത്താൽ. അപ്പോൾ അവർ വന്നു, യാത്ര ചെയ്തൊക്കെ വന്നു. ഹാരാനിൽ നിന്നും മാറി അവർ കനാൻ ദേശത്തേക്ക് വന്നു. അവിടെ വെച്ചൊരു ഭയങ്കര പ്രശ്നം ഉണ്ടായി. ആര് തമ്മിലാ പ്രശ്നം? അബ്രഹാം ലോത്തും തമ്മിലല്ല പ്രശ്നം, അവരുടെ ആട്ടിടയന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അവിടെ അബ്രഹാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നം മുതലാളിമാരുടെ അല്ലെങ്കിൽ യജമാനന്മാരുടെ ചെവിയിൽ എത്തുകയും ഇത് പ്രശ്നം അല്പം സീരിയസ് ആണെന്ന് അവർ മനസ്സിലാക്കി. പ്രത്യേകിച്ച് അബ്രഹാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. അല്ലേ? അങ്ങനെയല്ലേ? പിണക്കം ഉണ്ടാകരുതേ. എന്നിട്ട് അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? നാം തമ്മിൽ സഹോദരന്മാരല്ലോ. പിണക്കം ഉണ്ടാകരുത്. അതിന് കാരണം നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ്, നമ്മൾ ഒരുമിച്ച് പുറപ്പെട്ടവരാണ്, ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്, ഒരുമിച്ച് ഇവിടെ പാർക്കുവാനായിട്ട് വന്നവരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകുവാനായിട്ട് പാടില്ല. അതിനൊരു കാരണവും കൂടെ പറയും. നാം സഹോദരന്മാരാണെന്ന് മാത്രമല്ല, ജാതികൾ ഈ ദേശത്ത് വസിക്കുന്നു, അല്ലേ? കനാന്യരുണ്ട്, പെരിസ്യരുണ്ട്, അവരൊക്കെ ഈ ദേശത്ത് പാർക്കുകയാ. നമ്മളിങ്ങനെ കിടന്ന് അടികൂടിയാൽ, ഇങ്ങനെ തമ്മിൽ പിണക്കമുണ്ടായാൽ അത് നമുക്കല്ല ദോഷം, നമ്മളിവിടെ കൊണ്ടുവന്ന ദൈവത്തിനാണ് ദോഷം. ജാതികൾ ഈ പ്രദേശത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ പോലെ സഹോദരന്മാർ തമ്മിൽ ശണ്ട കൂടരുത് എന്നാണ് അവിടുത്തെ വിവക്ഷ. അബ്രഹാം ചോദിച്ചതിന്റെ സാരം അതാണ്. സഹോദരന്മാർ ശത്രുക്കളെ പോലെ വ്യവഹരിക്കുവാനായിട്ട് പാടില്ല. പരസ്പരം വിധേയപ്പെടും, പരസ്പരം കൂട്ടായ്മ ബന്ധത്തിൽ തുടരണം. അതാണ് അബ്രഹാം അവിടെ വിവക്ഷിച്ച കാര്യം. ഇനി അത്രയും കൊണ്ട് നിർത്തിയോ? അവിടെ ഭിന്നത ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിണക്കം ഉണ്ടായി. അങ്ങനെ ഇടവരരുത്, നമ്മൾ പിണക്കം ഇല്ലാതെയൊക്കെ പോകണം. അവിടെ കൊണ്ട് നിർത്തിയോ അബ്രഹാം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവിടെ അങ്ങ് പറഞ്ഞു നിരപ്പ് പ്രാപിച്ചങ്ങ് പൊയ്ക്കൂടായിരുന്നു. എന്താ കാര്യം സ്വര? അവിടെ നിർത്തിയോ? ഇല്ല. അവിടെ ഒരു വലിയ പരിഹാര മാർഗം അബ്രഹാം കൊണ്ടുവന്നു. എന്താണ് ആ മാർഗം? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് തമ്മിൽ വേർപിരിയാവുന്നാണോ എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, ഞാൻ വലത്തോട്ടെങ്കിൽ നീ ഇടത്തോട്ട്, അല്ല നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നിനക്കാ പ്രിഫറൻസ്. അതൊരു വേർപിരിയലാണോ എന്നാണ് എന്റെ ചോദ്യം. എന്താ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഒരു തരത്തിലൊരു വേർപിരിയലാണ്. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുന്നു,
ലോത്തിനെയും ഭാര്യമാരെയും രാജാക്കന്മാർ വന്ന് ആക്രമിച്ച് പിടിച്ചോണ്ട് പോയി. ആരാ പോയി രക്ഷപ്പെടുത്തിയത്? അപ്പോൾ വേർപിരിയലാണോ? പ്രശ്നപരിഹാരമാണ് അവിടെ നടത്തിയത്, വേർപിരിയലല്ല. അവിടെ ഉണ്ടായത് ആ ആട്ടിടയന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പിണക്കത്തിനുള്ള പ്രശ്നപരിഹാരം. ഇനിയും ഉണ്ടല്ലോ, ദൈവം ആ പട്ടണം നശിപ്പിക്കുവാനായിട്ട് പോകുന്നുവെന്ന് അറിഞ്ഞ് നശിപ്പിക്കാനായിട്ട് ആദ്യം ലോത്തിനേക്കാൾ മുന്നമേ ആരെടുത്താ വന്ന് പറഞ്ഞത്? അബ്രഹാമിനോടാണ് പറഞ്ഞത്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവൻ എന്നെ കളഞ്ഞിട്ട് പോയവൻ, അവൻ അങ്ങനെ അങ്ങ് സംഭവിച്ചോട്ടെ പറഞ്ഞോ. അവന് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാണ്. ആ പട്ടണത്തിന് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന ആ അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവിടെ വേർപിരിയലാണോ നടന്നത്? പ്രശ്നപരിഹാരമാണ് അവിടെ ഉണ്ടായത്, വേർപിരിയലല്ല. പ്രശ്നപരിഹാരത്തിന് ഇങ്ങനെയുള്ള ചില നടപടികളൊക്കെ വേണ്ടിവരും. പക്ഷെ അതൊരു കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും വേർപിരിയുന്നതായിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് പാടില്ല. പരിഹാര മാർഗമായിട്ട് അതിനെ ചിന്തിക്കണം. അല്ലെ, അബ്രഹാം ഇങ്ങനെ വേണമെങ്കിൽ പറയായിരുന്നു, നീ എൻ്റെ കൂടെ വന്നവനാ, മര്യാദയ്ക്ക് ഞാൻ പറയണത് കേട്ട് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം എന്നാണോ പറഞ്ഞത്? അത് പ്രശ്നപരിഹാരമാകില്ല, അത് കീഴ്പ്പെടുത്തലാണ്. അത് പ്രശ്നപരിഹാരമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭിന്നത ഇല്ലാതാക്കണം. അത് ഏത് തരത്തിലാകണമെന്നുള്ളതിന് ഉദാഹരണം നമ്മുടെ തിരുവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മ ബന്ധം നിലനിൽക്കണം, പ്രശ്നപരിഹാരം ഉണ്ടാകണം, കൂട്ടായ്മ ബന്ധം നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ പരസ്പരം വിധേയപ്പെടേണ്ടി വരും. ഐക്യം, ഏകതാ മനോഭാവം, ഇതൊക്കെയാണ് കൂട്ടായ്മ ബന്ധത്തിൽ ഉടർച്ചവൻ. മൂന്നാമത്തെ കാര്യം, ഭിന്നത പാടില്ല. അല്ലെങ്കിൽ ഭിന്നത ഉണ്ടായാൽ അത് ശരിയായ തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഒന്നാമത് പറഞ്ഞെന്താ? വെളിച്ചത്തിൽ നടക്കണം കൂട്ടായ്മ ബന്ധത്തിന്. രണ്ടാമത് പറഞ്ഞത് ഒന്നാമത് വെളിച്ചത്തിൽ നടക്കണം, രണ്ടാമത് ഭിന്നത പാടില്ല. അല്ലേ? അതാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് അതാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ പരിഗണിക്കണം. അല്ലേ? രണ്ടാമത് മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ പരിഗണിക്കണം. മൂന്നാമത്തതാണ് ഭിന്നത പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇനി ഈ കൂട്ടായ്മ എന്ന് പറയുന്നതിന്റെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് പരസ്പര സ്നേഹമാണ്. കൂട്ടായ്മ എപ്പോഴും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എല്ലാവരുടെ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ ഒരു ദൈവസ്നേഹം പകർന്നിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലാണ് ദൈവസ്നേഹവും പരസ്പര സ്നേഹവും ഉണ്ടാകേണ്ടത്. നമ്മൾ തമ്മിൽ ഉളവാകുന്ന സാഹോദര്യ സ്നേഹം, സഹോദര സ്നേഹം എന്ന് പറയുന്നത് ഹൃദയാംഗമായിരിക്കണം. പുറമേ കാണുന്നത് ആകാനായിട്ട് പാടില്ല, പുറമേ പ്രകടിപ്പിക്കുന്നത് മാത്രമാകരുത്. അങ്ങനെയാണെങ്കിൽ ശരിയായ കൂട്ടായ്മ ബന്ധത്തിലല്ല, ഹൃദയാംഗമം ആയിരിക്കണം. കാരണം നമ്മളെ സ്നേഹം പകർന്നിരിക്കുന്നത് ഹൃദയങ്ങളിലാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സത്യം അനുസരിക്കയാൽ, 1 പത്രോസ് 1:22, എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട്, അടുത്ത് പറയുന്നതാ, ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. നമ്മളെ നിർമ്മലീകരിച്ചിരിക്കുകയാണ്, നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് വന്നിരിക്കുകയാണ്.
അതുകൊണ്ട് സഹോദര പ്രീതിക്കായിട്ടാണ് നിർമ്മലീകരിച്ചിരിക്കുന്നത്. നിർമ്മലീകരിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ പറയുന്നത് സഹോദര പ്രീതിക്കായിട്ടാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സഹോദര പ്രീതി ഉണ്ടാകണമെങ്കിൽ ഹൃദയപൂർവം അന്യോന്യമുറ്റ് സ്നേഹിക്കണം, പുറമേ അല്ല. ഹൃദയപൂർവം അന്യോന്യമുറ്റ് സ്നേഹിക്കണം. ദൈവം നമ്മെ നിർമ്മലീകരിച്ചിരിക്കുക യേശുവിൻ്റെ രക്തത്താൽ. നമ്മുടെ മലിനതകളൊക്കെ നീക്കിയിരിക്കുകയാണ്, നീക്കപ്പെട്ടവരാക്കി തീർത്തിരിക്കുകയാണ്, പാപം പോക്കിയിരിക്കുകയാണ്. അതിലൂടെ പുറമെ വെളിപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദര പ്രീതി. ഈ സഹോദര പ്രീതി കൈവരുന്നത് ഹൃദയപൂർവമായിരിക്കണം, അന്യോന്യമുറ്റു സ്നേഹിക്കുന്നതിലൂടെ ആകണം എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അടുത്ത് പറയുന്നതാണ് പ്രധാനം: അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് അനർത്ഥകാലത്താണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് യഥാർത്ഥ സാഹോദര്യം എന്ന് പറയുന്നത്. അത് വെളിപ്പെടുന്നത് അനർത്ഥകാലത്താണ്. അനർത്ഥകാലത്തിലെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം, അല്ലേ? അനർത്ഥകാലത്തിലെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അത് ദൈവസ്നേഹമാണ്. ആ സ്നേഹം നമ്മിൽ ഉണ്ടാകണം. ഈ സങ്കീർത്തനം 131-ന്റെ 1-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ, അല്ലേ? അപ്പോൾ ദൈവസ്നേഹത്താൽ ഉണ്ടാകുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് അത് പ്രവഹിക്കുന്നതായിരിക്കണം. ഈ അഭിഷേക തൈലം ഒഴുകിയില്ല എങ്കിൽ അഭിഷേകം നടന്നില്ല എന്നർത്ഥം. അപ്പോൾ ദൈവസ്നേഹം, കർത്താവിൽ ആരംഭിച്ച ആ സ്നേഹം തലയിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് താഴേക്ക് ഒഴുകണം, പ്രവഹിക്കുന്നതാകണം. പരസ്പര സ്നേഹം തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച് അത് വസ്ത്രങ്ങളിലൂടെ പാദങ്ങളിലേക്ക് ഒഴുകണം. അതാണ് അഭിഷേക തൈലം എന്ന് പറയുന്നത്. സഹോദര സ്നേഹം എന്നത് ക്രിസ്തുവിൽ നിന്നും പ്രവഹിച്ച് താഴോട്ട് വിശ്വാസികളിലേക്ക് ഒഴുകുന്നതായിരിക്കണം. ചെറിയ സാറിങ്ങിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്: സ്നേഹച്ചരടുകളാൽ യേശു എന്നെ ചേർത്തു ബന്ധിച്ചു, തൻ കുരിശോട് എന്നെ ഒന്നിച്ചു. സ്നേഹച്ചരടുകളാൽ യേശു എന്നെ ചേർത്ത് ബന്ധിച്ചു എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ദൈവത്തിൻ്റെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട സ്നേഹം, ബന്ധിക്കപ്പെട്ട കൂട്ടായ്മ. അപ്പൊ ഈ കൂട്ടായ്മ ബന്ധം ഇല്ല എങ്കിൽ നമ്മെ സഹോദരന്മാർ എന്ന് പറയുവാനായിട്ടുള്ള യോഗ്യത നമുക്ക് ഇല്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ കൂട്ടായ്മ ബന്ധത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ആവശ്യകത എന്നുള്ള തരത്തിൽ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്നാമത്, വെളിച്ചത്തിൽ നടക്കണം. ഈ കൂട്ടായ്മ കൈവരിക്കുവാനായിട്ടുള്ള വഴി, അല്ലെങ്കിൽ കൈവരിക്കുവാൻ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, വെളിച്ചത്തിൽ നടക്കണം. മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. മറ്റൊന്ന്, ഭിന്നത ഒഴിവാക്കി ഭിന്നതയ്ക്ക് ശരിയായ പരിഹാരം വരുത്തി കൂട്ടായ്മ ബന്ധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്. പിന്നെ അവസാനമായിട്ട് ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പരസ്പര സ്നേഹം, അതിലധിഷ്ഠിതമാണ് ഈ കൂട്ടായ്മ. അത് ഒരിക്കലും നിന്നു പോകാൻ പാടില്ല. സ്നേഹമില്ല എങ്കിൽ അവിടെ കൂട്ടായ്മ ഇല്ല. ഇനി കൂട്ടായ്മ എന്തിനാ ഈ കൂട്ടായ്മ? അപ്പം കൂട്ടായ്മയെക്കുറിച്ചുള്ള പ്രിലിമിനറി സ്റ്റഡി തീർന്നു കേട്ടോ. പ്രാഥമികമായ സ്റ്റഡിയാണ് തീർന്നത്. ഇനി മറ്റു ചില കാര്യങ്ങളൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടെ നമുക്ക് അല്പമായിട്ട് ചിന്തിച്ച് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. ഈ കൂട്ടായ്മ വേണോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സഭാ കൂട്ടായ്മയാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ ആവശ്യകത എന്താ? ഓരോരുത്തർ വീട്ടിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പറ്റുന്നുള്ളവരുമായിട്ടൊക്കെ സഹകരിച്ചു അങ്ങ് പോയാൽ പോരെ? യോഹന്നാൻ 17-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന, കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ 17-ാമത്തെ അധ്യായം. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്: നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ
അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ആവശ്യകതയുണ്ടോ? ഒന്നാമത്തെ പോയിന്റ്. പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ, അത് ലോകം നമ്മിലൂടെ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഈ കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം. അല്ലാതെ വേറെ നമ്മുടെ നേട്ടത്തിനൊന്നും അല്ല അത്. പ്രധാനമായിട്ടും നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ദൈവത്തിന്റെ കാര്യമാണത്. ഈ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാര്യമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടത്തിയ സമാപന പ്രയർ, കൺക്ലൂഡിംഗ് പ്രയർ, തന്റെ ജീവിതത്തിന്റെ സമാപന പ്രാർത്ഥന. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ഇത് എന്തിനു വേണ്ടിയാണ് ഒന്നാകേണ്ടത്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ് എന്നുള്ളത് ഈ ലോകം വിശ്വസിക്കണമെങ്കിൽ ഈ കൂട്ടായ്മ ബന്ധത്തിൽ വിശ്വാസികൾ തുടർന്നേ പറ്റൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികൾ തമ്മിൽ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകുകയും അപ്രകാരം യേശുക്രിസ്തുവിലുള്ള നമ്മുടെ കൂട്ടായ്മയിലൂടെ ലോകം യേശുക്രിസ്തുവിനെ അറിയുവാനിടയാകണം. യേശുക്രിസ്തുവിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ ലോകം മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മ പരസ്പര കൂട്ടായ്മയിലൂടെ വെളിപ്പെടണമെന്നാണ്. മനസ്സിലായോ? പിടികിട്ടിയത്? ലോകം യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെങ്കിൽ ഈ കൂട്ടായ്മ ബന്ധം വേണമെന്ന്, അല്ലെങ്കിൽ അത് അറിയാൻ ബുദ്ധിമുട്ടാ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 17 ആ പ്രയറിൽ തന്നെ ഉള്ളതാണ്. 17-ാമത്തെ അധ്യായം തന്നെ നമ്മൾ നേരത്തെ വായിച്ച 21 23-ാമത്തെ വാക്യം ആ പ്രയറിൽ തന്നെ ഉള്ളതാണ്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും എന്ന് പറഞ്ഞാൽ 20-ാമത്തെ വാക്യത്തിൽ ഇനി വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് 17:20 പറയുന്നുണ്ട്. ഇനി വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി. അപ്പം ഒരു പറയും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും എന്ന് പറഞ്ഞാൽ നമ്മളെയും അന്ന് കൂടെയുള്ള ശിഷ്യന്മാരെയും. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം. പിതാവേ, ഞാനും പുത്രനും ഒന്നായിരിക്കുന്നു, അതുപോലെ അവരും ഒന്നാകണം. ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. അപ്പോൾ എന്തിനായി കൂട്ടായ്മ? പിതാവാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ലോകത്തിന് വെളിപ്പെടുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. പിടികിട്ടിയോ? ഒന്നാമത് പറഞ്ഞ എന്താ? ക്രിസ്തുവിൽ മറ്റുള്ളവർ ലോകം വിശ്വസിക്കുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. രണ്ടാമത്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ലോകം അറിയുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ദൈവസ്നേഹം ലോകം അറിയണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ആത്മാവിലെ ഐക്യവും കൂട്ടായ്മയും പരസ്പരം ഇല്ല എങ്കിൽ ദൈവസ്നേഹം നമ്മിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. പിതാവിന്റെ സ്നേഹം പുത്രൻ തന്നിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണമെങ്കിൽ നാം പരസ്പര സ്നേഹമുള്ളവരായി ദൈവസ്നേഹത്തിൽ ഒന്നായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നു എന്നാണ് ലോകം അറിയേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ആവശ്യകത. നമ്മൾ കൂട്ടായ്മ ബന്ധത്തിൽ തുടരേണ്ടതിന്റെ രണ്ടാമത്തെ ആവശ്യകത അതാണ്. മറ്റൊന്ന്, നാം ശിഷ്യന്മാരെന്ന് ലോകം അറിയണം. എല്ലാം ലോകത്തെ മുൻനിർത്തിയ. ഒന്ന്, ക്രിസ്തുവിനെ ലോകമറിയണം, ദൈവസ്നേഹം ലോകമറിയണം. മറ്റൊന്ന്, നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയണം. യോഹന്നാന്റെ സുവിശേഷം 13:35 മാളികമുറി പ്രഭാഷണത്തിൽ തന്നെയാണ് അതും പറയുന്നത്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധവും പരസ്പര സ്നേഹവും ഇല്ല എങ്കിൽ നമ്മളൊന്നും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയാൻ ഇടയാകില്ല. നമ്മൾ പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയണം. ഈ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും
നമ്മിലുള്ള അഭാവം ക്രിസ്തുവിനെ ലോകം അംഗീകരിക്കുന്നില്ല, അതിനൊരു തടസ്സമായിട്ട് മാറും. നമ്മൾ ശിഷ്യന്മാരെന്ന് ലോകം അറിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ശരിയായ കൂട്ടായ്മ ബന്ധത്തിന്റെ അഭാവം ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തിന് കളങ്കം ചാർത്തും. ശരിയായ കൂട്ടായ്മ ബന്ധത്തിന്റെ അഭാവം, തമ്മിലുള്ള സ്നേഹത്തിന്റെ അഭാവം, അത് നമ്മെക്കാട് കൂടുതൽ കളങ്കം ചാർത്തുന്ന ആർക്കാ? യേശു ക്രിസ്തുവിനാണ്. നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിനാണ് കളങ്കം ഉണ്ടാക്കുന്നത്. ആദിമ നൂറ്റാണ്ടുകളിൽ ഈ കൂട്ടായ്മ ബന്ധം നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ധാരാളം പേർ യേശു ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെട്ടത്. ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ അഭാവം ക്രിസ്തുവിനെ ലോകം അംഗീകരിക്കുന്നതിനൊരു തടസ്സമാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കുക, ഈ കൂട്ടായ്മ ബന്ധം, നമ്മുടെ കൂട്ടായ്മ ബന്ധം, സാഹോദര്യ ബന്ധം ലോകം ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഈ കൂട്ടായ്മ ബന്ധത്തിന് പ്രാധാന്യമുണ്ടോ? അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. ഈ കൂട്ടായ്മയുടെ അഭാവം അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം, കൂട്ടായ്മ ബന്ധത്തിന്റെ ആവശ്യകതയാണ് പറഞ്ഞു വരുന്നത്. നാലാമത്തെ കാര്യം, ആത്മീക വർധന ഉണ്ടാകാൻ കൂട്ടായ്മ ബന്ധം വേണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിനെ ലോകം അറിയണം. ക്രിസ്തുവിനെ ലോകം അറിയണം, അല്ലേ? പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കണം. അതിന് ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. പിതാവാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ലോകത്തിന് വെളിപ്പെടുന്നത് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിലൂടെയാണ്. മൂന്നാമത്, നാം ശിഷ്യന്മാരെന്ന് ലോകം അറിയേണ്ടത് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ പരസ്പര സ്നേഹത്തിലൂടെയാണ്. നാലാമത്, നമ്മിൽ ആത്മീക വർധനവ് ഉണ്ടാകുവാൻ ഈ കൂട്ടായ്മ ബന്ധം അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ആത്മീക കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താ? പരസ്പരമുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന, വചനപഠനം, പ്രബോധനം, ഇതിലൂടെയാണ് ഈ കൂട്ടായ്മ ബന്ധം വെളിവാകുകയും ആത്മീക വർധന പ്രാപിക്കുകയും ചെയ്യുന്നത്. അതിൽ മറ്റൊരു കാര്യം, തെറ്റുകൾ സംഭവിക്കുമ്പോൾ ശാസിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ഒക്കെ ഇത് ആത്മീക വർധന എന്ന് പറയുമ്പോൾ അതിലുണ്ട്. അതിൽ ഭിന്നതയ്ക്ക് കാരണമാകാതെ ആത്മീക വർധന ഉണ്ടാക്കണമെന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഭിന്നതയ്ക്ക് കാരണമാകാതെ ആത്മീക വർധന ഉണ്ടാകണം. ശരിയായ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെ വായിച്ചാൽ എങ്ങനെയാണ് ഈ ആത്മീക വർധന ഉണ്ടാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെയാണ്, 11-ാം അധ്യായം വാക്യം മുതലുള്ള. പത്രോസും പൗലൂസും തമ്മിൽ ഭയങ്കര വാഗ്വാദം ഉണ്ടായി, അല്ലേ? എന്തിനാ ചൊല്ലിയ? ഭയങ്കര ഭിന്നതയുണ്ടായി. അടിച്ച് പിരിയുമെന്ന് വിചാരിച്ചു. അവിടെ വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അതിന്റെ അപ്പോസ്തല പ്രവർത്തികളിൽ അതിന്റെ വിവരണങ്ങളുണ്ട്. എന്താണ്? പൗലോസ് ജാതികളോടുകൂടെ ഭക്ഷിക്കുകയും അവരോട് ഒരുമിച്ച് സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ചില പരിച്ഛേദനക്കാര് അങ്ങോട്ട് ചെന്നപ്പം പത്രോസ് എന്ത് ചെയ്തു? ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്ന് പറഞ്ഞതുപോലെ അവരിൽ നിന്ന് അങ്ങ് വേർപെട്ട് യഹൂദന്മാരോട് അങ്ങ് ചേർന്നു, ഈ പരിച്ഛേദനക്കാരോട് ചേർന്നു. ഇത് കണ്ടപ്പം ആർക്കിഷ്ടപ്പെട്ടില്ല? പൗലൂസിന് ഇഷ്ടപ്പെട്ടില്ല. പൗലൂസും പത്രോസും ആത്മീയ സീനിയോറിറ്റി നോക്കണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാ, കൂടെ നടന്നതാ, അല്ലേ? പക്ഷേ ഈ പൗലൂസ് എന്ത് ചെയ്തു? പത്രോസിനെ ശാസിച്ചു, ശകാരിച്ചു. അത് തന്റെ ലേഖനത്തിലെടുത്ത് പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം ശരിക്കും പഠിച്ചാൽ അവിടെയും പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ തമ്മിലുള്ള ബന്ധത്തിനൊരു വിഘ്നവും ഉണ്ടായില്ല. അതാണ് കൂട്ടായ്മ ബന്ധം. ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ ശാസനയും പ്രബോധനവും ഒക്കെ ഉണ്ടാകും. അതിന്റെ പേരിൽ ഒരു ഭിന്നത ഉണ്ടാകാനായിട്ട് പാടില്ല. അത് ആത്മീക വർധനയ്ക്കാണ് എന്നുള്ള ബോധം നമ്മെ ഭരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടിരിക്കും. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ആത്മീക വർധനയ്ക്കാണ് ഇതൊക്കെ. ഈ കൂട്ടായ്മ ബന്ധം അങ്ങനെ ആത്മീക വർധനയ്ക്ക് ഇടയാകണം. പുറമേ കാണിക്കുന്നത് മാത്രമാകരുത്, പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുകയും നാം ക്രിസ്തുവിന്റെ അനുഗാമികളെന്ന് അറിയുകയും ചെയ്യണം. ഞാനിവിടെ നിർത്തട്ടെ. നമ്മളപ്പോൾ
ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താ? പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. രണ്ടാമത്, പിതാവാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ലോകത്തിന് വെളിപ്പെടാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ആത്മീകമായ നമ്മുടെ വർധനയ്ക്കും ഒക്കെ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഈ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും നമ്മിൽ ഉണ്ടാകേണ്ട ചില അനുഭവങ്ങൾ. ഇതെല്ലാം പ്രാക്ടിക്കൽ സൈഡാണ്. നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും നമ്മിൽ ഉണ്ടാകേണ്ട ചില അനുഭവങ്ങൾ. അതാണ് നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേൺ ആണോ അല്ലേ? 3 ക്ലാസ്സായി. അടുത്ത ആഴ്ച എനിക്ക് പറ്റില്ല. അപ്പം അടുത്ത ടേണിൽ ഇതിൻ്റെ ആ ഭാഗം നമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ ഉണ്ടാകേണ്ട ചില അനുഭവങ്ങൾ, അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ തക്കവണ്ണം ഇടയായാൽ എത്ര നന്നായിരുന്നു. അതിനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ജാഗരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.